കഴിഞ്ഞ ആഴ്ച പുലി വന്നായിരുന്നു, ഒരു പട്ടിയെ പിടിച്ചോണ്ട് പോയി. പിന്നെ ആന കഴിഞ്ഞ ഞായറാഴ്ച വന്ന വാഴയെല്ലാം എടുത്ത് ഇവിടെ ഭയങ്കര ശല്യം, പുലിയും ആനയും കുരങ്ങും. ലൈറ്റ് അടിക്കുകയാണെങ്കിൽ അത് കൈയെടുത്ത് വെക്കും മുന്നോട്ട് ഇറങ്ങി വരാനായിട്ട്, നമ്മളെ പേടിപ്പിക്കും. ഇതിന്റെ ചോറാണ് ആന കഴിക്കുന്നത്. ഇതുണ്ടോ, ഭയങ്കര വാഴയെടുത്ത് പുലി വന്ന് പട്ടിയെ പിടിച്ചോണ്ട് പോയി. ഇല്ല, കൂട്ടി കിടന്ന് പട്ടിയാണ്. നമ്മുടെ വീടിന് അങ്ങോട്ടാ, ഇനിയിപ്പോ അങ്ങോട്ടാ വരുന്നേ. നേരെ ഇറങ്ങി എത്ര കൂട്ടമാ വരുന്നത്. ഇന്നലെ ഇവിടെ വന്നത് തന്നെ 7 എണ്ണം, പിന്നെ 2-3 എണ്ണമായിട്ട് വേറെ കൂട്ടം. പഞ്ചായത്ത് 4-ാം വാർഡ് മിനി. ആന വന്ന എപ്പോഴായിരുന്നത്? ആന വന്ന ഒരു 11 മണി കഴിഞ്ഞ്. കണ്ടില്ല, ഞങ്ങള് ഇവിടെ നിന്നപ്പോഴത്തേക്ക് അയൽവക്കക്കാര് മൊത്തം ഓടി വന്ന്. ഞങ്ങള് കേട്ടായിരുന്നു മരം മറിച്ചിടുന്നത്. കമുക് മറിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. അതിന്റെ ചോറൊക്കെ തിന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മള് കേറി വന്നത്. കേറി വന്നപ്പോഴത്തേക്ക് ആൾക്കാർ മൊത്തം ഇവിടെ ഉണ്ടായിരുന്നു. എത്ര കമുകത് 4 എണ്ണം. റബ്ബറ്, തെങ്ങ് അതൊന്നും പറഞ്ഞില്ല. അവരെല്ലാം രാവിലെ വന്ന് കണ്ടിട്ട് പോയി. പഞ്ചായത്തല്ല, ഫോറസ്റ്റുകാര്. ഇല്ലല്ല, അവര് എല്ലാം എഴുതി എടുത്തോണ്ട് പോയിട്ടുണ്ട്. ഈ ഇത് തിന്നുവോ? ഈ അടക്ക തിന്നുവോ ആന? അടക്കതിനത്തില്ലല്ലേ? തെങ്ങിന്റെ പൊട്ടിച്ചിട്ട് മണ്ടം തെങ്ങും പൊട്ടിച്ച് തിന്നും. ഇതൊക്കെ പിന്നെ നമ്മള് വെട്ടി മാറ്റിയല്ലയോ? ഇത് പിന്നെ നമ്മള് രാവിലെ വണ്ടി പോകാൻ വേണ്ടി വെട്ടി മാറ്റിയതാ. റോഡ് ക്രോസ് ആയിട്ട് ഈ ഇതിലേക്കൂടെ വണ്ടി പോകുന്ന റോഡിലോട്ടാണ് മറിച്ചിട്ടത്. കൂട്ടാനായിരുന്നു 5 എണ്ണം. 5 ആന ഉണ്ടായിരുന്നു. കുട്ടിയാന ഉണ്ടായിരുന്നു. കുട്ടി 2, തള്ള 3. അത്ര ആനകളുണ്ടായിരുന്നു. കൂട്ടായിട്ട് വന്നതാ. എത്ര മണിയായി? രാത്രി 12 മണിക്കാ. 12 ആയപ്പോ ഞങ്ങൾ ഇറങ്ങി ഇതിനെ മേപ്പോട്ട് ഓടിച്ചു വിട്ടു. അത് കഴിഞ്ഞ് ഉടനെ അച്ഛൻ പോയി ഫോറസ്റ്റുകാരെ വിളിച്ചോണ്ട് വന്നു. പിന്നെ അവര് വന്ന്, അവര് 3 മണി വരെ ഇവിടെ നിൽക്കുമായിരുന്നു. ഇനി ഇത് തിന്നാൻ വരുമെന്നും പറഞ്ഞു. പിന്നെ വന്നില്ല. പിന്നെ ഞങ്ങൾ ഉറങ്ങിയില്ല. ഇത്രയും ഭാഗത്താണ് സമാധാനത്തായിരുന്നു ഉറങ്ങാൻ പറ്റൂ. ഇതിനു മുമ്പ് ആന ഇവിടെ ഇറങ്ങിയിട്ടുണ്ടോ? ആന ഇവിടെ വരെ വന്നിട്ടുണ്ട്. താഴെ വന്ന് വാഴയെടുത്ത് പുലി വന്ന് പട്ടിയെ പിടിച്ചോണ്ട് പോയി. ഇല്ല, കൂട്ടി കിടന്ന് പട്ടിയെ കൊണ്ടുപോയി. അത് കൂടെ ഇളക്കി എടുത്തോണ്ട് പോയി. ഇത്ര വലിയൊരു പെട്ടിയായിരുന്നു. എൻതിപ്പെട്ട പുള്ളിപ്പുലിയുടെ സ്ഥിരം ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മള് പിറവന്തൂർ പഞ്ചായത്തിലാണ്, ചാലിയക്കരയില്. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈ ചാലിയക്കര യാത്രകളാണ്. ഇപ്പൊ ഞങ്ങൾ മുരിപ്പേൽ വീട്ടില് മിനി ചേച്ചിയുടെ വീട്ടിലാണ്. ഇവിടെ ഇന്നലെ ഒരു 4-5 ആനകൾ ഇറങ്ങി കാണിച്ചിരിക്കുന്ന സംഭവമാണ്. അത് റബ്ബറും അതുപോലെ കവുങ്ങും വലിയ തെങ്ങുമൊക്കെ ഒറ്റ ചായപ്പിനെ ചായച്ചിട്ടിരിക്കുകയാണ്. രാത്രി 12 മണിക്കായിരുന്നു സംഭവം, അല്ലേ? അങ്ങനെ ഇന്നലെ വലിയൊരു ഭീകര അന്തരീക്ഷം ആന സൃഷ്ടിച്ചു എന്നുള്ളതാണ്. കുട്ടിയാനകളും തള്ളയാനകളുമായിട്ട് വന്നതാണ്. അപ്പോൾ ഈ ചാലിയക്കര ഒരു ആന വാർഡായി പ്രഖ്യാപിക്കുന്ന പോലെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ആനകൾ ഇങ്ങനെ മേയുന്ന ഒരു സ്ഥലമാണ്. ആര് വന്ന് ഫോറസ്റ്റുകാർ വന്നാലോ വെടി പൊട്ടിച്ചാലോ ഒന്നും ആനകളൊന്നും ഇപ്പം പോകുന്നില്ല. എന്തെങ്കിലും കഴിക്കാൻ വന്നാൽ എന്ത് ബഹളം ഉണ്ടാക്കിയാലും അത് കഴിച്ചിട്ടേ ആന പോകും. അപ്പോൾ ചാലിയക്കരയിൽ പല സ്ഥലങ്ങളിലും ഫെൻസിങ് ഇല്ല. എസ്റ്റേറ്റിന്റെ പല മേഖലകളിലും ഒക്കെ ഫെൻസിങ്ങുകളൊന്നുമില്ല. വന്യമൃഗങ്ങൾക്ക് ഏത് സമയത്തും ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ. കഴിഞ്ഞ 2-3 ദിവസം പുലി വന്നല്ലേ, പുലി വന്ന് പട്ടിയെ എടുത്തോണ്ട് പോയി. വലിയ പട്ടിയെ എടുത്തോണ്ട് കൂട് തുറന്ന് കൂട് പൊളിച്ച് എടുത്തോണ്ട് പോയി. അപ്പൊ അത്രയ്ക്കും വളരെ ഭീകരമായ ഒരു അന്തരീക്ഷമാണ് ചാലിയക്കര പ്രദേശം എന്ന് പറയുന്നത്. കാരണം വനത്തിന്റെ പ്രദേശത്താണ്. പിന്നെ തൊട്ട് താഴെ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ കഴിഞ്ഞ ആഴ്ച പുലി വന്നായിരുന്നു, ഒരു പട്ടിയെ പിടിച്ചോണ്ട് പോയി. പിന്നെ ആന കഴിഞ്ഞ ഞായറാഴ്ച വന്ന വാഴയെല്ലാം എടുത്ത് ഇവിടെ ഭയങ്കര ശല്യം, പുലിയും ആനയും കുരങ്ങും എല്ലാം ഭയങ്കര ശല്യം ഇവിടെ. ഇത് പന്നി തേങ്ങ പൊതിച്ചാ. പന്നി ഇങ്ങനെ തേങ്ങ പൊതിക്കും. അത് പൊതിച്ച് കഴിച്ചിട്ട് പോയത്. അത് പൊട്ടിച്ച് കഴിക്കും. ഇതിങ്ങനെ തള്ളിയിട്ടിട്ട് മണ്ട തിന്നാൻ പറ്റിയില്ല. അതിനുമ്പോ ആൾക്കാർ വന്ന് ഓടിച്ചു വിട്ട്. അല്ലെങ്കിൽ തെങ്ങും ഇത് മൊത്തം എടുത്തേനെ. എല്ലാ തെങ്ങും പുഴുതാനെ ഇന്നലെ. അതിലെ കൂടെ വന്നത്. റബ്ബർ ഒടിച്ചിട്ട് തൊലി തിന്നാനാ മൊത്തം ഒടിച്ചിട്ടത്. ചെവര് വരെ വന്ന് ഇവിടെ വരെ വന്ന്. അപ്പൊ ഇത് നമ്മൾ കണ്ടില്ല, ഇതിലെ താഴെ ഇറങ്ങി പോയാനെ. അതൊക്കെ മറിയും. പഠിച്ചോണ്ട് പോയി കിടക്കുന്നുണ്ട് അവിടെ. ദാണ്ട ഇവിടെ വരെ കൊണ്ടുവന്ന്. എന്നിട്ട് ദാണ്ട ബാക്കി ഇവിടെ നിന്ന് തിന്നെയാ. ബാക്കി അതിലെ കൂടെ വന്നിട്ടാണ്ട് ഇവിടെ തിന്നുമായിരുന്നു. ദാണ്ട ഓലയും
അവിടെ പിടിച്ച് വലിച്ചിങ്ങി കൊണ്ടുവന്നു. ഇത് വേറെ ഇത് ഇവിടെ കുഴിതേത്. ഇവിടെ പിടിച്ചതിന്റെ ആദായമുള്ള സാധനം എല്ലാം പോവാ. പിന്നെ ആ തെങ്ങയിലെ ഓരെല്ലാം അവിടെ വലിച്ചിട്ട് തോണ്ടേ അതിലേ കൂടെ ദാണ്ടേ ഇറങ്ങി പോന്നെ. 5 ആനയുണ്ട്. കരിമ്പുംകാട്ടി ആന കയറി നമ്മള് തള്ളിയിട്ട് ആളുകൾ മുന്നിൽപ്പെട്ടാ തീർന്നതാണ്. ഈ വഴി കൂടെ കയറി പോയി. അങ്ങനെ കയറി പോയി. ഇതിലെ കൂടെ മലയിൽ കയറി പോകും. മലയിൽ കയറിയിട്ട് അത് അവിടെ വഴിയുണ്ട്. അതിൽ കൂടെ താഴെ റോഡിൽ ഇറങ്ങും. റോഡിൽ ഇറങ്ങി അക്കരെ കരയെ കയറാം. നമ്മുടെ മുളയുണ്ട്. അങ്ങനെ ചാലിയക്കരയെ കയറി പോകുന്നു. 10 ഏക്കറിലൊക്കെ അങ്ങനെ കയറി പോകുന്നത്. അത് തിന്നിയത് ഓലയില്ല. അകത്തിരിക്കുന്ന ചോറ് തിന്നു. അടയ്ക്കാമരം 4, റബ്ബർ 4, തെങ്ങ് 1. ഇപ്പൊ ആദ്യമായിട്ട് ഈ കൂട്ടർ ഇത്രയും വരുന്നത്. ബാക്കി ഇതിന്റെ മേളിൽ 4-5 എണ്ണൊക്കെ നിൽക്കുക. അപ്പുറത്തൊക്കെ പോയിട്ടുണ്ട്. അവിടെ മുളയെല്ലാം മറിച്ചിട്ടുണ്ട് അപ്പുറത്തെ വീട്ടില്. എന്റെ പേര് രജിമോൻ എന്നാണ്. അതുകൊണ്ട് ഇവിടെ തൊട്ട് താഴെയാണ് എന്റെ വീട്. കാരണം ഞങ്ങളൊക്കെ ഉറങ്ങിയിട്ടാണ് ഇപ്പൊ എത്ര ദിവസങ്ങളായെന്നറിയോ. കാരണം ആനപ്പേടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് ഒരു എന്നും സംഭവം ആയതുകൊണ്ട് കാണുന്നവർക്ക് ഒരു ഇതില്ല. കാരണം ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ വരുന്നു കണ്ടു പോകുന്നു. പാർക്കിലൊന്നും പോകണ്ട. പകലെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇവിടെ വണ്ടിയൊക്കെ കൊണ്ടിട്ടിട്ട് റീൽസ് എടുക്കുന്നൊക്കെ ഇപ്പൊ ഇവിടെ സ്ഥിരം. എന്തോ സംഭവം എന്ന് പറഞ്ഞാൽ വനംവകുപ്പ് ഇപ്പം കുറെ പൈസ അനുവദിച്ച് ട്രെഞ്ച് എടുക്കാൻ വേണ്ടി. എന്തിനാ എടുത്തതെന്ന് പോലും അറിയത്തില്ല. അതിനു മുമ്പ് ഇത്ര ശല്യമില്ലായിരുന്നു. ട്രെഞ്ച് എടുത്തു കഴിഞ്ഞപ്പോൾ ആനയെല്ലാം ഇതിനകത്തായി. ട്രെഞ്ച് മുറിച്ച് ആനയ്ക്ക് പുറത്ത് പോകാത്ത അവസ്ഥയെ അന്നേ എല്ലാവരും ചൂണ്ടിക്കാണിച്ചത്. ആനയെല്ലാം ഇവിടുന്ന് മാറ്റിയതിന് ശേഷം ട്രെഞ്ച് എടുക്കണമെന്ന്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലാത്ത അവസ്ഥയാണ്. എത്ര കൂട്ടമാകുന്നത്. ഇന്നലെ ഇവിടെ വന്നത് തന്നെ 7 എണ്ണം. പിന്നെ 2-3 എണ്ണമായിട്ട് വേറെ കൂട്ടം. ഇവിടെ കയറുമ്പോൾ തന്നെ തൊട്ടക്കര വേറെ ബാച്ച് നിൽക്കുക. ഫോറസ്റ്റുകാര് അവരെ വിളിച്ചു പറഞ്ഞാൽ അവർ വരുന്നുണ്ട്. അവരെന്ത് ചെയ്യാൻ പറ്റും? ഫോറസ്റ്റുകാർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ പ്രമാണമുള്ള വസ്തുവൊക്കെ ഉള്ളവർക്ക് സ്വമേധ ഒഴിഞ്ഞു പോകാന്നുള്ള ഒരു പദ്ധതിയൊക്കെ നടപ്പാക്കി അവർക്ക് വലിയ ശല്യമായിട്ട് വരുമ്പോൾ അവരുടെ അടുത്ത് എഴുതി കൊടുത്തിട്ട് പോകാൻ പറയും. അത് അങ്ങനെ ആ ഭാഗത്തുള്ളവർ പോയി കഴിയുമ്പോൾ അടുത്ത ഭാഗത്തുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. അത് ഒരു 15 ലക്ഷം രൂപ എന്നുള്ള കണക്ക്. അത് മലയോര മേഖല ആയതുകൊണ്ട് കൂടുതലും ആൾക്കാർക്ക് പ്രമാണം ഒന്നും ഇല്ലാത്തവരും ഉണ്ട്. അങ്ങനെയുള്ള പ്രമാണം ഉള്ളവർ പോയി കഴിയുമ്പോൾ ബാക്കിയുള്ളവർ പെട്ടുപോകും. കൈവശരേഖ അങ്ങനെയുള്ളവർക്കൊന്നും ഒന്നും കിട്ടുന്നില്ല. ഇന്നലെ ഇവിടെ ഈ അനീച്ചന്റെ അയ്യം ഇവിടെ മൊത്തം വെളുപ്പിച്ച് ഈ വീടിന്റെ മണ്ടയ്ക്കോട്ടൊക്കെ വീണാനുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ആന തള്ളി മരം ഇട്ട് കഴിഞ്ഞാൽ ഈ ഇവിടുന്ന് വാലുകൊണ്ട് വരെ കണ്ടാണ്ട് ഇഞ്ഞ സൈഡ് പല സൈഡ് അവിടെ മൊത്തം എന്നും ആൾക്കാർ ഉറക്കം ഉളപ്പാ. ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പേടിച്ചാ കഴിയുന്നത്. ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ആശുപത്രി കേസ് വന്നാൽ ഇപ്പൊ ഞാൻ തന്നെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാ. നമുക്ക് ആരെങ്കിലും അത്യാവശ്യം വിളിച്ച് അങ്ങോട്ട് പോകാൻ പോലും ഒക്കാത്ത അവസ്ഥയാണ്. കാരണം റോഡി ആനയാ. ഈ ചെക്കൂശി വന്ന് വെളിയിലുള്ളവരൊക്കെ വന്ന് ചോദിക്കുമ്പോൾ അവർ കയറ്റി വിടുന്നില്ല. ആന അവർക്ക് തന്നെ അറിയാം. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു ബുദ്ധിമുട്ട് അവരെ പടക്കം പൊട്ടിക്കുന്നു. ഇതൊക്കെ ഉള്ളു അവരെ കൊണ്ട് പറ്റുന്നത്. പിന്നെ ആൾക്കാർക്ക് വിളിച്ച് ഫോറസ്റ്റുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവര് വന്ന് വിളിച്ച ഉടനെ വരുന്നുണ്ട്. മെമ്പർമാരുടെ അടുത്ത് പറയുമ്പോൾ അവര് വിളിക്കുന്ന അന്നേരം ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്. വന്നിട്ട് അതുകൊണ്ട് ഒരു പ്രയോജനമില്ലല്ലോ. ആനയെ വന്നിട്ട് അങ്ങോട്ട് ഇവിടുന്ന് ഓടിക്കുമ്പോൾ അപ്പുറത്തെ വീടിന് അവിടെ ചെല്ലുക. അങ്ങനെ എല്ലാ മേഖലയിലും ഈ മേഖലയിലെ ആനയൊക്കെ മാറ്റണമെങ്കിൽ നല്ല രീതിയിൽ എന്തെങ്കിലും ട്രെഞ്ച് എടുക്കുമ്പോൾ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എടുക്കണം. ഇപ്പം തന്നെ മഹാധർമ്മ ഭാഗത്ത് എടുത്തിട്ടുണ്ട്. ഡിപ്പോയ്ക്ക് അകത്തൂടെ ഒക്കെ എടുത്ത് വെച്ചേക്കുന്നുണ്ട്. എന്തോ ഉദ്ദേശം ഒന്നും അറിയത്തില്ല. അത് അത് ആനയ്ക്ക് ഇറങ്ങി കയറാം. ഇതെന്തോ വെച്ചാ ഇതിനെപ്പറ്റി ആൾക്കാർ പറയുന്നത് പറഞ്ഞാൽ കുറച്ച് പൈസ തട്ടണം. അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ അറിയാം. ആന ഇറങ്ങി കയറുന്ന രീതിയിലാണെന്നൊക്കെയാ പറയുന്നത്. ഫുള്ളായിട്ട് പണി തീർത്താലല്ല, ഒന്നീ ആന അപ്പുറത്താക്കിയിട്ട് ട്രെഞ്ച് എടുക്കണമായിരുന്നു. ട്രെഞ്ച് എടുക്കുമ്പോൾ അത് ഒരിക്കലും ഇങ്ങോട്ട് കയറാത്ത രീതിയിൽ ചെയ്യണമായിരുന്നു. ജനവാസ മേഖലയായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഫോറസ്റ്റിന്റെ പരിധി നിർത്തി ഇവര് ഫെൻസിംഗ് ഇട്ടിട്ടില്ലല്ലോ. ഫെൻസിംഗ് ഒക്കെ ഉടായിപ്പാ. കാരണം എത്രയോ പ്രാവശ്യം ഇട്ട് ഒരു 6 മാസം വരെ അത് വർക്ക് ചെയ്യും. പിന്നെ അത് എങ്ങനെ കമ്പ് വീണോ ഇതൊക്കെ വീണോ നഷ്ടപ്പെട്ടു പോകും. വരുമോ? വരും. താമസിക്കുന്നേ ഞങ്ങൾ അങ്ങോട്ട് ഇല്ല, വീടിന്റെ അപ്പുറമാ. ഈ കനാലിന്റെ കാണുന്നത് അപ്പുറമാ വീട്. ആന വീട് എന്തെങ്കിലും നശിപ്പിച്ചിട്ടുണ്ടോ? വന്നാണ്ട് ഇവരുടെ തെങ്ങൊക്കെ എടുത്ത് റബ്ബറൊക്കെ. ഞങ്ങളുടെ വീടിന് അങ്ങോട്ടാ. ഇനിയിപ്പൊ അങ്ങോട്ടാ വരുന്നേ. നേരെ ഇറങ്ങി അതങ്ങനെ വരാം. പാലത്തെ കൂടെ തന്നെ വരാം. ആന എപ്പോഴും കാണുന്നുണ്ട്. കാറ്റാങ്കുളത്ത് ആനയെ കാണാനുള്ള ഒരു ഭാഗ്യമില്ല. അയ്യോ, ആനയും പുലി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളു. ഇപ്പൊ ഞങ്ങളുടെ മുറ്റത്ത് വന്നു. പിന്നെ പുലിയൊക്കെ ഉണ്ട് ഇവിടെ. ഓരോരുത്തരെ പട്ടിയെല്ലാം കൊണ്ടുപോലെ 1-ാം വാർഡ്. റോസമ്മ. ഇവിടെ താമസിക്കുന്നത്? വീട്. ആന ഇത് എവിടെ ഭാഗത്തൊക്കെ വരുന്നത്? ഇവിടെ എല്ലാം ഈ മേളിലെല്ലാം വരും. ഞങ്ങളുടെ വീട്ടിലെ തൊട്ട് മേളിലെല്ലാം വരും. നമുക്ക് വീട്ടിലെ വല്ല ശല്യമൊക്കെ ഉണ്ടോ? ഇത് പ്ലാവ ഒന്ന് കുലുക്കി ചക്ക പറിച്ചിട്ട് തിന്നും.
ഞങ്ങളുടെ ഇറമ്പയ്ക്ക് കഴിഞ്ഞ ദിവസം വന്ന് രാത്രിയിലാണോ വരുന്നത്? രാത്രി. ഈ ആന ഈ രാത്രി വരുമ്പോ നമ്മൾ അറിയാൻ പറ്റത്തില്ലയോ? അറിയാൻ പറ്റും. പുറത്തിറങ്ങുമോ നിങ്ങള്? ഞങ്ങള് പുറത്തിറങ്ങി അവിടെ സൈഡിൽ നോക്കും. അനക്ക് കേൾക്കുമ്പോ ലൈറ്റ് അടിച്ച് ഒച്ച പാട്ടയൊക്കെ ഇട്ടടിക്കും. പാട്ടൊക്കെ അടിക്കാൻ പോവോ ഇപ്പൊ ആന? പോകത്തില്ല, അത് തിരിഞ്ഞു നിൽക്കും. ചക്ക കണ്ടാ അത് പോകത്തില്ല. തിന്നിട്ടേ പോകും. മൊത്തവും തിന്നിട്ടേ പോകും. ഇല്ല എന്നാലും ശരി തന്നെ വന്ന് തിരിഞ്ഞു നിൽക്കും. ലൈറ്റ് അടിച്ചാലും തിരിഞ്ഞു നിൽക്കും. ഫോറസ്റ്റുകാരോട് പറയുമ്പോഴോ? അവര് വരുമ്പോ അവര് വന്ന് ഇതുവരെ വരച്ചു കൊടുത്ത് വിടത്തേ ഉള്ളൂ. പടക്കമൊക്കെ പൊട്ടിക്കും. പടക്കം പൊട്ടിക്കും. ഈ പടക്കം പൊട്ടിക്കുമ്പോ ആന ഓടി പോകുന്നുണ്ടോ? അന്നേരം പയ്യെ പോവും. പയ്യെ തെറിപ്പും. ആനക്കിപ്പം പേടിയൊന്നുമില്ല. അത് മനുഷ്യരുമായിട്ട് ചില ഒച്ച കേട്ടും ലൈറ്റ് കണ്ടും എല്ലാ വീട്ടുകളിലും ലൈറ്റും ഇല്ലയോ? ലൈറ്റ് കണ്ടത് ഇങ്ങനെ കിടക്കുമല്ലേ? പിന്നെ അവരെ പേടിക്കുന്ന പേടിക്കുന്നു. അത് വന്ന ഉടനെ അത് പ്ലാവെ കയറി ചക്ക കുലുക്കുക. കുലുക്കിയിട്ട് അത് തിന്നും. ആരെങ്കിലും വാക്കില്ലാതെ ചെന്ന് കഴിഞ്ഞാൽ തീർത്ത് തട്ടിയിട്ട് തീർക്കും. ദൂരെ നിന്ന് ഇങ്ങനെ ലൈറ്റ് അടിച്ച് കാണത്തേ ഉള്ളൂ. പിന്നെ പാട്ട് കേട്ടടിക്കും. ഈ കുട്ടിയാനെ കൊണ്ട് വരുന്നുണ്ട് പറയുന്നുണ്ട്. കുട്ടിയാനയുണ്ടോ? കുട്ടിയാനയുണ്ട്. അത്ര കുഞ്ഞതല്ല, ഇത്തിരി വളർന്നു പോയി. കൊമ്പനാനെ ശരിക്കുണ്ട്. കൊമ്പനായി വരുന്നത് കൊമ്പന ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിന്റെ ഒട്ടപ്പുറത്ത് വന്ന് അങ്ങനെ ശല്യമില്ല. കൊമ്പന ഇറങ്ങുന്നു. ആനയല്ല വേറെ എന്തൊക്കെ വരുന്നുണ്ട്? കാട്ടുപോത്തൊക്കെ വരുന്നുണ്ടോ? കാട്ടുപോത്ത് ഇപ്പൊ ഒരു 2-3 മാസം മുമ്പേ ഞങ്ങളുടെ മുറ്റത്തിറങ്ങി വന്നു. കാട്ടുപോത്ത്, മാന്, പന്നി, കൃഷിയൊന്നും നടക്കത്തില്ല. ഒന്നും നടക്കത്തില്ല ഇവിടെ. മാനൊക്കെ ഏതാണ്ട് 4 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമ്മുടെ താഴെ ഇറങ്ങി വരും. ഇറങ്ങി വന്ന് പോച്ചയൊക്കെ പറിച്ചു കഴിഞ്ഞു രാവിലെ മുട്ടിലൊക്കെ ഒന്ന് നോക്കി എന്നിട്ട് ചക്കയൊന്നുമില്ല, ചക്കയൊക്കെ തീർന്നത് എല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞു. ആനയെ പേടിച്ചു എല്ലാം വലിച്ചു പറിച്ച് ഓട്ടയ്ക്കൊക്കെ എത്തുന്നതും എല്ലാം ആന വരുന്നോണ്ട് നമ്മള് ചക്ക വെട്ടിക്കളഞ്ഞു. എല്ലാം വെട്ടിപ്പറിച്ചു. എല്ലാം കളഞ്ഞു. ആന കുലുക്കിയിടൂ? കുലുക്കും, പിടിച്ചു കുലുക്കും. കുലുക്കിയ വീഴും. പിന്നെ പിടിച്ച് ഒന്നരായിട്ട് കുലുക്കത്തില്ലയോ? ഇതെല്ലാം ആനയുടെ മോളിക്കടലിൽ വീഴുന്നേ. മോളിക്കൂടൊന്നും അല്ല. അത് നോക്കിയോളൂ. അതിന് തിന്നാൻ അറിയാമെങ്കിൽ ഉലുക്കാനും അറിയാമെങ്കിൽ അതിന്റെ പുറത്ത് വീഴാതെ അത് നോക്കി തട്ടിയിട്ട് അത് നിന്നേച്ച് വെക്കും. നമ്മള് പിന്നെ വിരട്ടുമ്പോ അതുപോലെ നോക്കി നമ്മളെ നോക്കി നിൽക്കും. ലൈറ്റ് അടിക്കുമ്പോ നോക്കി നിന്നിട്ട് പിന്നെ അവന് പോകുമ്പോഴേ അത് കയറി പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ ലൈറ്റ് പിന്നെ ശക്തിയായിട്ട് ലൈറ്റ് അടിക്കുവാണെങ്കിൽ അത് കൈയെടുത്ത് വെക്കും മുന്നോട്ട് ഇറങ്ങി വരാനായിട്ട്. നമ്മളെ പേടിപ്പിക്കും. തുമ്പിക്കായിട്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും.